മലപ്പുറം ജില്ലയിൽ EVM വഴി വോട്ട് രേഖപ്പെടുത്തിയത് 28,99,020 പേർ. പോളിംഗ് 80.76%. കഴിഞ്ഞ തവണത്തേക്കാൾ 5%-ലധികം വോട്ടുകൾ പോൾ ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധിച്ചതിന് പിറകെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ പോളിംഗ് ശതമാന കണക്ക് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 78.27% പോളിംഗ് ആണ് നടന്നത്. 1982 ശേഷമുള്ള ഏറ്റവും മികച്ച പോളിംഗ് ആണിത്. ഏറ്റവും കൂടുതൽ പോളിംഗ് 84.63% രേഖപ്പെടുത്തിയ കുന്ദമംഗലം മണ്ഡലമാണ്. വോട്ടെടുപ്പ് പൂർത്തിയായി 4 ദിവസമായിട്ടും പോളിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്ക് ഉടനെ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചതിന് പിറകെയാണ് കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് വിവരങ്ങളും പോസ്റ്റൽ വോട്ടിംഗ് നിലയും ഉടനെ പരസ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ EVM വഴി വോട്ട് രേഖപ്പെടുത്തിയത് 28,99,620 വോട്ടർമാർ. 13,10,945 പുരുഷന്മാരും 15,88,652 സ്ത്രീകളും 23 ട്രാൻസ്ജെൻഡേഴ്സും വോട്ട് ചെയ്തു. മെഷീൻ വഴി പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം 79.83%. 36,32,210 ആണ് ജില്ലയിലെ ആകെ വോട്ടർമാർ. 33,924 പോസ്റ്റൽ ബാലറ്റുകളാണ് ജില്ലയിൽ പോൾ ചെയ്തത്. ഇതും കൂടി ചേർന്നാൽ 80.76% ജില്ലയിലെ പോളിംഗ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% അധികമാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം. 75.70% ആയിരുന്നു 2021 ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ കൂടുതൽ ഏറനാട് മണ്ഡലത്തിലാണ്. ആകെ 83.29% ആളുകൾ ഇവിടെ പോൾ ചെയ്തു. ഏറ്റവും കുറവ് വോട്ടുകൾ പോൾ ചെയ്തത് പൊന്നാനി മണ്ഡലത്തിലാണ്. 74.23% ആളുകൾ മാത്രമാണ് ഇവിടെ പോൾ ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ വോട്ടർമാർ കൂടിയത് എല്ലാ പാർട്ടികൾക്കും പ്രതീക്ഷ നൽകുന്നു. UDFും LDFും NDAയും SDPIയും എല്ലാം തങ്ങളുടെ നില ഏറെ മെച്ചപ്പെടും എന്ന ആത്മവിശ്വാസത്തിലാണ്. ഇർഫാന, SS ന്യൂസ്, മലപ്പുറം.